ഓമനെ അങ്ങനെ വിളിച്ചു പോരുത്. തമന്നേ എന്തുവാ ഉന്തുവാ ഇതും കൂടെ തന്നെ ഞാൻ പണിക്ക് പോകാത്തത്. ഇനി വിവരക്കേടും കൂടെ നാട്ടുകാർ കേൾക്കാൻ അങ്ങ് വിളിച്ച് പറയാങ്ങ. ഓ വിവരവും വിദ്യാഭ്യാസം ഉള്ളടത്തെ കുഞ്ഞു വന്ന് നിക്കില്ല കണ്ടോ. എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, വിവരവും ഉണ്ട്. ആകാശത്തൂടെ വിമാനം പോയപ്പോ അരി വാരിയിട്ടിട്ട് പറയാ വാ കൊത്തി തിന്നിട്ട് പോ കുഞ്ഞെന്ന് പറഞ്ഞ ഇവിടെ തന്ത. തങ്കച്ചനുമായിട്ട് വഴക്കിട്ടപ്പോ പോലീസ് പിടിക്കാൻ വന്നതിന് തട്ടുകടയിലെ ഉഴുന്നുവട കഴുത്തിലിട്ട് കായലിൽ ചാടി രക്ഷപ്പെടാൻ നോക്കിയതാണ് നിങ്ങളുടെ അച്ഛൻ. സ്വന്തം ഭാര്യയുടെ ചിതാഭസ്മം കടലിൽ കൊണ്ട് ഒഴുക്കിയിട്ട് മുങ്ങിയിട്ട് പൊങ്ങി വന്നപ്പോ തൊട്ടടുത്ത് പൊങ്ങി വന്ന മദാമയെ കയറി കെട്ടിപ്പിടിച്ചിട്ട് വിലാസിനി നിനക്കൊരു പുനർജന്മം ഉണ്ടാകും ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു മദാമയുടെ കയ്യിൽ നിന്ന് അടിമാലിച്ച് കെട്ടിയതാണ് ഇവിടെ അപ്പൂപ്പൻ. പക്ഷേ നിങ്ങളുടെ അച്ഛൻ കോമഡി പറഞ്ഞു. അമ്മയാ ഈ പാട്ട് പാടിയതോ? ഹലോ അമ്മേ. ആ ഉണ്ട്, മനുഷ്യന്റെ ഇവിടെ ഉണ്ട്. ആ കൊടുക്ക. ഇവിടൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ മോളോട് സംസാരിക്കുക, എന്നോട് സംസാരിക്കുക. ഹലോ. അയ്യോ ദേഷ്യപ്പെട്ടല്ല, മതിച്ചേട്ടന്റെ ടോൺ അങ്ങനെ. ഇത് വരുന്നോ വീടും വസ്തുവൊക്കെ ഞങ്ങളുടെ പേരിലോ? അയ്യോ അമ്മച്ചേ എന്തോ ഇങ്ങനെ പിണങ്ങിയിരുന്നിട്ട് എന്താ കാര്യം സാധിക്കും? ഞാൻ എപ്പോഴും അമ്മച്ചിയുടെ കാര്യം ഇവളോട് പറയാം, ഇവിടെ അമ്മച്ചിയെ കുറച്ച് ഇവിടോട്ട് വിളിക്ക്, നമ്മുടെ ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് പോകാം. അയ്യോ എന്നും ഞാൻ പ്രാർത്ഥിക്കും അമ്മച്ചി സുഖമായിട്ടിരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ മോടെ കയ്യിലോട്ട് കൊടുക്കാൻ കേട്ടോ, എനിക്ക് വയ്യ ഞാൻ കള്ളം പറയാം. ഹലോ വരുവാന്നോ? അതിനെന്താ സന്തോഷമുണ്ട് സന്തോഷമുണ്ട്. വന്നിട്ട് 4 മണിയാകുമ്പോഴത്തേക്കോ? ശരി അമ്മേ. ചേട്ടാ അച്ഛനും അമ്മയും നാത്തൂനും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വരില്ലെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് അവർ വീടും ബസ്സും നമ്മുടെ പേരിൽ എഴുതി തരാന്നല്ലേ പറഞ്ഞത്. നമുക്ക് കിട്ടുമ്പോഴേ അതങ്ങ് വിൽക്കണം. അതെന്തിനാ? നമുക്ക് വാടകയ്ക്ക് സാധിക്കാം, അതാ രസം. അവര് വരില്ലെന്ന് പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ ഇത് എന്തു പറയുന്നത്? എന്തു ഈ പറഞ്ഞത്? എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കഴുത്തിൽ വല്ലതും ഉണ്ടോ? എന്റെ കാര്യം വല്ലതും ഉണ്ടോ? എന്റെ കഴുത്തിൽ ഇച്ചിരി പോലെ ഇത്ര നാളായിട്ട് നിങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ടോ? അവര് വന്ന് കയറുമ്പോ ഇതൊന്നും ഇല്ലെന്ന് കണ്ട എടി നമുക്കൊന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദയ തോന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടുതൽ തരും. അപ്പൊ ഒന്നുമില്ലായിരിക്കുന്നല്ലേ നല്ലത്? തരത്തില്ല. അതെന്താ? എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. എന്ത് അബദ്ധം? ചേട്ടാ നമ്മുടെ ഇവിടെ ഒരു കലണ്ടർ ഇല്ലായിരുന്നു, ആ ജ്വല്ലറിയുടെ പരസ്യമുള്ള ഒരു നയൻതാരയുടെ ഫോട്ടോ ഉള്ള ഒരു ഫോട്ടോ, ഒത്തിരി സ്വർണ്ണമൊക്കെ ഉള്ള. അതിനകത്ത് നയൻതാരയുടെ തല വെട്ടി മാറ്റിയിട്ട് ഞാൻ എന്റെ തല വെച്ചിട്ട് എനിക്ക് ഒത്തിരി സ്വർണ്ണം ഉണ്ടെന്ന് അറിയിക്കാൻ അമ്മയ്ക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു. ചേട്ടാ അവര് വരുമ്പോഴത്തേക്ക് ഒരു മാല, എവിടുന്നെങ്കിലും ഒരു മാല ഒന്ന് കഴിക്കാൻ പോലും ഇച്ചിരി പറ്റില്ലാത്ത വീട്ടിൽ ഞാൻ ഒരു പോലെ മാലയൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുത്തു? ഇതുവരെ ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മ വിഷമിക്കാതിരിക്കാൻ എനിക്ക് ഒരു മാല ചേട്ടാ, എവിടുന്നെങ്കിലും ഒരു മാല എനിക്ക്. വരുന്ന അയൽപക്കത്ത് വഴക്കുണ്ടാക്കുന്നത് കേൾക്കാൻ വരുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ പറയും. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ദ്രോഹന കേരള ഞാൻ ഇറക്കി വിടും. ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അയ്യോ അണ്ണ, അയ്യോ അണ്ണ ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഇന്നലെയൊക്കെ വരാൻ കണ്ടില്ലല്ലോ. വീട്ടിലില്ലായിരുന്നു, ടൂർ പോയപ്പോല്ലായിരുന്നു. എവിടെയായിരുന്നു? കൊടൈക്കനാൽ. ഇന്ന് രാത്രിയിലാ വന്നേ. അതൊന്നും വന്നേരാ. ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്നവനാ. എനിക്കറിയാം. എടാ എന്തോ ഒച്ചയാടാ ഇവിടെ. ഞാൻ ബാത്റൂമിൽ ഇരുന്നപ്പോ കേൾക്കാമല്ലോടാ ഇവിടുത്തെ ഒച്ച. നീ ബാത്റൂമിൽ ഇരുന്നുണ്ടാക്കിയ ഒച്ച ഞങ്ങൾ കേട്ടു. ഞങ്ങൾ എന്തെങ്കിലും പരാതി അങ്ങോട്ട് വന്നിട്ടുണ്ടോ? അത് മാറപ്പോ രണ്ടുപേരും വന്നേ. ഞാൻ ഇങ്ങോട്ട് വന്നേ എന്തിനാണെന്നറിയാവോ? അതങ്ങ് മറന്നു. ഇനി വിഴുങ്ങാൻ വന്നേക്ക് വന്നേ. അതല്ലെന്ന്. എടാ എന്റെ മോന്റെ പിറന്നാളല്ലേ നാളെ. ചിത്തുമോന്റെയോ? ചിത്തുമോന്റെ 18ാം പിറന്നാളാ നാളെ. 18 വയസ്സോ? അവനെ കണ്ടാ പറയത്തില്ല 18 വയസ്സുണ്ടെന്ന്. എനിക്കോ തോന്നിയില്ലടാ. മിനിഞ്ഞാന്ന് അവന്റെ റൂം ഒന്ന് പരിശോധിച്ച് തുറന്നപ്പോഴാ മനസ്സിലായത്. എന്ത്? അല്ല അവൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ പിറന്നാൾ ഇന്നാണ്, പപ്പ സർപ്രൈസ് തരണേന്ന്. പിറന്നാളായിട്ട് എന്തൊക്കെയുണ്ട്? ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വന്ന് കഴിക്കണേ. ഇപ്പോഴാ ഫ്രൈഡ് റൈസും ചിക്കനും കാര്യവും പലഹാരങ്ങളും നമ്മള് ബേക്കറിയിൽ എല്ലാ സാധനം ഞാൻ തിന്നതിന് എത്രയും നീ തിന്നിട്ടില്ല മോനെ. എന്നിട്ടാണോടാ മിനിഞ്ഞാന്ന് ഞാനൊരു പപ്സ് നിനക്ക് തിന്നാൻ തന്നപ്പോ പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോ വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞത്. അത് പപ്സായിരുന്നു, ഞാൻ പേടിച്ച പേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ സംഭവം എന്തോ വിഷയമുണ്ട്. അണ്ണൻ അമ്പിളി അങ്ങനെ നോക്കുന്നു നല്ല രീതിയിലല്ലേ? പിന്നെ അടിപൊളി എന്തോ സുഖ സൗകര്യത്തോടാണ് ഞാൻ അവളെ നോക്കുന്നത് അറിയാം. അണ്ണൻ അറിയാമല്ലോ എന്റെ അച്ഛനെ അമ്മയും വെറുപ്പിച്ചിട്ടാ ഞാൻ ഇടകൂടെ വന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അവരിങ്ങോട്ട് വരുവാ. അത് സന്തോഷിക്കല്ലോ വേണ്ട, അതിന് കറിയാന്ന് വേണ്ടത്. ഞാൻ പറയട്ടെ, അന്നേരം അവരുടെ മുമ്പ് ഇട്ടോണ്ടിരിക്കുക ഒരു ശകലം പൊന്ന്. ഓക്കെ എന്റെ കഴുത്തിന് ഞാനല്ലോ ഒന്നുമില്ല. എന്തുകൂടെ ഈ പറയുന്നേ? എന്താ എന്തോ ഇവളീ പറയുന്നേ?
ടെലികാസ്റ്റിംഗ് വരുമ്പോ ഇന്ന് നോക്കിയോ എന്താ എടാ ഒരു പെണ്ണിന്റെ കണ്ണുനീര് വീണാൽ എടാ നശിച്ചു പോകൂടാ. അവിടെ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നോളല്ലേടാ. ഒരു ദയയില്ലടാ നിനക്ക്. അവിടെ കഴുത്തില്ലടാ നോക്ക്. പെണ്ണുങ്ങൾ കരയുമ്പോ കാണാൻ ആൾക്കാരുണ്ടല്ലോ, ആളുകൾ കരയുമ്പോ കാണാൻ ആൾക്കാരാകില്ലല്ലോ. അയ്യോ ഇതിനു വേണ്ടി എവിടെ ഇരിക്കുവാടാ ഈ വിറപ്പിക്കാനെ കൊണ്ട്. എടാ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന മാനം മര്യാദയ്ക്ക് നോക്കണോടാ. നിവൃത്തിയില്ലാഞ്ഞിട്ടൊന്നും അല്ലേ. എന്താ നിവൃത്തിയില്ല, മാനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണോടാ അവക്ക്. എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ അപ്പൂപ്പൻ, അവർക്കാർക്ക് ഇത് അറിയത്തില്ല. ഇങ്ങനെ വെക്കാനോ? അതല്ല, അന്ന് എന്റെ അമ്മ പറഞ്ഞതാ, എന്റെ അമ്മാവന്റെ മോള് മഞ്ജുഷയെ കല്യാണം കഴിച്ചാ മതിയെന്ന്. മഞ്ജുഷ ഇവിടെ കൂട്ടല്ല. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ ജലദോഷം ചീറ്റിലും ഒക്കെ ഉള്ളതാന്നോ? എന്തെങ്കിലും പറയുന്നു ഉടനെ. 4 മണിയാകുമ്പോ ഒരു 3:30 എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എനിക്കറിയത്തില്ല. സമാനപ്പെടാ, അവര് വരും, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. കേട്ടോ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കടാ. മോന്റെ പിറന്നാൾ ക്ഷണിക്കാൻ വന്നാണ് എല്ലാരും പറഞ്ഞേ. എന്റെ ദൈവമേ, കണ്ടോ കണ്ടോ കണ്ടോ, അങ്ങനെ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ അങ്ങനെ കൈ വെച്ച് പോയി. ഇതാണോ ഒരു കൂട്ടുകാരന്? അയാൾ മാല വാങ്ങിച്ചാ പറ്റോടി? അയാൾ മാല വാങ്ങിച്ചാനെന്ന് പറഞ്ഞോ, ഒന്നും സഹായിക്കുകയൊക്കെ ഒന്ന് ചെയ്യാമല്ലോ. എന്തെങ്കിലും ഒന്ന് മറിച്ച് തരരുതോ അങ്ങേർക്ക്? നീങ്ങി വരട്ടെ, നീങ്ങി വരട്ടെ, അങ്ങനെ കോറിയാൻ തല്ലി ഓടിക്കും. അല്ലേലും അയൽപക്കത്ത് എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോ ഇങ്ങനെ വരും. ഞാൻ അമ്മ വരുമ്പോ ഞാൻ എന്താ പറയാ അതുവേ